ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്ന് ജാനുവരി 10 ആണ് ആൻഡ് വിത്തിൻ എ മന്ത് നിങ്ങളുടെ ബോർഡ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. ഇഫ് ഐ എം നോട്ട് റോങ്, ഫെബ് 17 ബോർഡ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ സീരിയസ്നെസ്സിൽ എടുത്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള ഒരു സിമ്പിൾ ഗൈഡാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഞാൻ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്തത്, എങ്ങനെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എങ്ങനെയാണ് ഞാൻ എക്സാംസിന് ഫോക്കസ് ചെയ്ത് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് ചെയ്തിരുന്നത്, എങ്ങനെയാണ് ഞാൻ പഠിച്ചിരുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തായാലും ഈ വീഡിയോ ഒരു 10 പേര് കൊണ്ട് 10 പേരെങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ, ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ എനിക്കത് മതി ഗൈസ്. സോ നമുക്ക് എല്ലാവർക്കും വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ എങ്ങനെ അതിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമുക്ക് നോക്കാം. എനിത്തിങ്. ഓ മൈ ഗോഡ്, ഞാനിങ്ങനെ സംസാരിക്കുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി ഓവറൊക്കെ ആണെന്ന് തോന്നുന്നു, കൈ കൊണ്ടൊക്കെ കാട്ടിയിട്ട്. എനിവേസ്, എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കാണുന്ന എല്ലാവരും നിങ്ങളുടെ സജഷൻസ് കമൻറ്റിൽ ഇടുക. ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കുറയ്ക്കണം, എന്തൊക്കെ കൂട്ടണം എന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. Okay, so let's start. In this video, I'm going to talk about the real challenges students face during exam preparation and എങ്ങനെ അതിനെ overcome ചെയ്യാം, and you can confidently aim for 90% and above. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സിലബസ് ഫുൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് സിലബസ് ഫുൾ വെള്ളമായിട്ട് പഠിക്കണം എന്നല്ല, എന്തൊക്കെയാണ് സിലബസ്, അതിലുള്ള കോണ്ടന്റ് എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നോ ദ സിലബസ്. ഓക്കെ, നല്ല ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുക. അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് റൈറ്റ് നൗ. ഇപ്പം തന്നെ തുടങ്ങുക, ഒരു എക്സ്ക്യൂസ് നോക്കണ്ട. ഇന്നിപ്പം എന്താഴ്ച? ഇന്ന് 10 വെള്ളിയാഴ്ച അല്ല, ശനിയാഴ്ച. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഇനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച തുടങ്ങാം, ഇങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. സ്റ്റാർട്ട് റൈറ്റ് നൗ. ഈ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സൊക്കെ ഒരു നോട്ടിൽ എഴുതിയെടുക്കുക, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കുക. അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. സ്റ്റാർട്ട് റൈറ്റ് അവേ. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈസി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ച് തുടങ്ങുക. കാരണം നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോൾ എന്തായാലും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ ചെറുതെന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് നമ്മുടെ തലയിൽ കയറും ചെയ്യും, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. അവിടെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്, അതാണ് നമുക്ക് പിന്നീട് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ തരുന്നത്. അപ്പോൾ ഒരു മെജോറിറ്റി ഓഫ് പോർഷൻസ് നമ്മൾ ഇങ്ങനെ പഠിച്ച് തുടങ്ങുമ്പോഴത്തേനും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് നമുക്ക് ഉണ്ടാവും ആ ഹാർഡായിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ചിട്ട് വരുമ്പോഴത്തേനും നമ്മൾ ആ ഹാർഡായിട്ടുള്ള പോർഷനിൽ എത്തുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടിയിട്ടുണ്ടാവും. ആ പഠിത്തത്തിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ മുഴുകി പോയിട്ടുണ്ടാവും. നമുക്കത് ആ ഹാർഡായിട്ടുള്ളതൊക്കെ നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പഠിച്ചു പോയിക്കോളും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള പോർഷൻസ് ആകെ 2-3 എണ്ണം ഉള്ളൂ. പിന്നെ ഒരു 10 മൊഡ്യൂൾ അപ്പുറത്ത് ഹാർഡായിട്ടുള്ളതും പഠിക്കാത്തതും കിടക്കുന്നുണ്ടെങ്കിൽ ദയവേത് ഈ ടോപ്പിക്ക് അല്ല, ഈ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യരുത്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണത്. ഞാനും അതിൻ്റെ മെയിൻ ആളാണ്. പക്ഷേ നമുക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, ഏതാണ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്, നമുക്കിപ്പോൾ പഠിത്തം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം. ഏതാണ് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ പാടാത്ത കാര്യം, അങ്ങനെ അത് നമുക്ക് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പം ഈ ഒരു പോയിന്റിൽ എന്തായാലും നമുക്ക് പഠിത്തം പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യമില്ല, ഒട്ടും മാറ്റി വയ്ക്കാൻ പറ്റിയൊരു കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ ലാസ്റ്റ് മിനിറ്റിലാണ് നിൽക്കുന്നത്, നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനാണ് ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കൂടി പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല നമുക്ക്. അപ്പം നിങ്ങൾ വേഗം പഠിച്ച് തുടങ്ങുക. പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു രീതിയിൽ ഇരിക്കുക. നമ്മൾ അതിനായിട്ട് ഒരു ടേബിൾ സെറ്റാക്കി വയ്ക്കുക, നമ്മുടെ അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കുക. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക പഠിക്കാൻ വേണ്ടിയിട്ട്. അധികം നോയ്സ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ നോക്കുക. ഇനി നമുക്ക് എനർജി
എനർജി മാനേജ്മെൻറ്റിനെ പറ്റി സംസാരിക്കാം. എനർജി മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഒബ്വിയസ്ലി. 30 minutes പഠിക്കുന്നുണ്ടെങ്കിൽ 25 minutes പഠിച്ചിട്ട് 5 minutes ബ്രേക്ക് എടുക്കാം. എന്താ മെത്തേഡിൻ്റെ പേര്? ഓ മൈ ഗോഡ്, ഐ എം സോറി, ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇടാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഒരു റിവാർഡ് നമ്മൾ തന്നെ കൊടുക്കുക. ഇത്ര മിനിറ്റ് പഠിച്ചാൽ എനിക്കൊരു ചോക്ലേറ്റ് തരും. മാത്രമല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വെബിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരോ വന്നിട്ട്, ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പാടത്ത് പോയി കിളയ്ക്കാനും കൃഷി ചെയ്യാനൊക്കെ പോണേക്കാളും എനർജി നമ്മൾ പഠിക്കുമ്പം നമ്മൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് എനർജി ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നല്ല ഭക്ഷണം കഴിക്കാൻ നോക്കാം. നിങ്ങളിപ്പം പഠിപ്പിൻ്റെ ഇടയിൽ ഒരു ഫുൾ കേക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ അത്ര എനർജി യൂസ് ചെയ്യേണ്ടതെന്നാണ് അന്നത്തെ ആ വെബിനാറിൽ ഞാൻ അറിഞ്ഞത്. അപ്പം നന്നായി ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ ഉറക്കവും നമ്മൾ ഒഴിവാക്കാണ്ടിരിക്കാൻ നോക്കുക. എന്തായാലും മിനിമം എനിക്കൊരു 9 മണിക്കൂർ മിനിമം ഉറക്കം കിട്ടിയില്ലേ ഞാൻ നല്ല സോംബിയാവും. അതുകൊണ്ട് ഞാൻ ഉറക്കത്തിലൊരു കോംപ്രമൈസും ചെയ്യാറില്ല. നിങ്ങളും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മൾ നന്നായിട്ട് ഉറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും. പവർ നാപ്പ് ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. നമ്മൾ ഒരൊറ്റ സ്ട്രെച്ചിൽ കുറേ നേരമൊക്കെ ഇരുന്ന് പഠിക്കുമ്പോഴത്തേനും ഒരു 15 മിനിറ്റ് അലാറം വെച്ചിട്ടാണെങ്കിലും ഉറങ്ങിയിട്ട് നമ്മളൊരു പവർ നാപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു എനർജി അത് വേറെ ലെവലാണ് കേട്ടോ. സീരിയസ്ലി ഞാൻ പറയാം, നിങ്ങൾ ഒന്ന് ഉറങ്ങി ഒരു പവർ നാപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുമ്പോഴത്തേനും കിട്ടുന്ന ഒരു എനർജി എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. ചില സമയത്ത് ഞാൻ പവർ നാപ്പൊക്കെ എടുത്ത് എണീറ്റ് കഴിയുമ്പോഴത്തേനും എനിക്ക് എൻ്റെ ബോഡിയിലുള്ള ബ്ലഡ് ഫ്ലോ എനിക്കിങ്ങനെ പമ്പ് ചെയ്ത് വരുന്നത് എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും. അങ്ങനെ ഒരു നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആണ് ഈ പവർ നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ അതിന് പവർ നാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും പവർ നാപ്പ് ഇടയ്ക്ക് ആവശ്യമുള്ളപ്പം എടുക്കുക. പിന്നെ വരണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയറും പ്രഷറും. ഇത് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് ചുറ്റുകൂടി കളയുക. പിന്നെ ആരെങ്കിലുമൊക്കെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ കാരണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം ബുക്ക് തുറന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ നോക്കാണ്ട് റീല് തോണ്ടാണ്ടൊരു സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ആപ്സ് ഒരുപാട് അവൈലബിൾ ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്യുക. പഠിക്കുന്ന സമയത്ത് ഇത് ഓണാക്കി ബാക്കിയുള്ള എല്ലാ ആപ്പ് റെസ്ട്രിക്റ്റ് ചെയ്ത് വയ്ക്കുക. സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു ഹോൾ ടോപ്പിക്കിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഫോൺ എടുക്കുള്ളൂ എന്നുള്ളൊരു ഡിസിഷൻ നിങ്ങളെടുക്കുക. ഇപ്പം നമുക്കാണേലും ടീച്ചേഴ്സിനാണേലും നമ്മുടെ പാരൻസിനാണേലും ഒക്കെ നമുക്കത് സ്പൂണിലെടുത്ത് ഇതുവരെ വായ വരെ കൊണ്ടുവന്ന് വെച്ച് തരാൻ പറ്റും. അതെടുത്ത് നിങ്ങൾ വായ വെച്ചത് അത് നിങ്ങൾ ഇറക്കേണ്ടത് നമ്മളല്ലേ. നമ്മൾ ഇറക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ ആരെയും കുറ്റം പറയും, നമ്മളെ തന്നെ കുറ്റം പറയും. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിട്ട് പഠിക്കാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മാത്രം പ്രശ്നമാണ്. അപ്പം നിങ്ങളായിട്ട് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. പിന്നെ ഒരു പ്രശ്നമാണ് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാണ്ട് അത് ബൈഹാർട്ട് ചെയ്യാൻ നോക്കുക എന്ന് പറയുന്നത്. നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോഴത്തേനൊക്കെ അത് തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് ഫ്ലോ ചെയ്തോളും, അങ്ങോട്ട് വന്നോളും. അപ്പം നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നന്നായി നോക്കുക. പിന്നെ റിവിഷന് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ ഭയങ്കര കോൺഫിഡൻസോടെ ഞാൻ ചെയ്തിട്ട് പണി കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്, ഞാനത് പഠിച്ചു, ഇനി ഞാൻ മറക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോകും. കാരണം ഹ്യൂമൻ ബ്രെയിൻ അങ്ങനെയാണ്. പക്ഷെ ഒരു വട്ടം റിവൈസ് ചെയ്താൽ മതി. ഇച്ചിരി കൂടി നമുക്കത് സ്ട്രോങ് ആയിട്ട് നമ്മളെ തലയിൽ നിൽക്കാൻ ഇച്ചിരി കൂടി നന്നായി മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വട്ടം റിവൈസ് ചെയ്താലും മതി. ഇനി ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നിങ്ങളോട് എന്തായാലും ചെയ്തേ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് പറയാനുള്ളൊരു കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കുക. കിട്ടണ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യാം. നമുക്കിപ്പം ഗൂഗിളിലൊക്കെ നമുക്ക് വെബ്സൈറ്റിലൊക്കെ കുറേ കിട്ടുന്നുണ്ടാവും. അപ്പം ആൻസർ ഷീറ്റ്സും കിട്ടും, ടോപ്പേഴ്സിൻ്റെ ആൻസർ ഷീറ്റ്സും കിട്ടും. അപ്പം ഇതൊക്കെ നമ്മൾ റെഫർ ചെയ്യുക. നന്നായിട്ട് മിനിമം ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കിലേക്ക് ഒരു പ്രീവിയസ് ഇയേഴ്സിൽ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ആൻസർ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പം
നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത ദിവസമല്ല, അടുത്ത മണിക്കൂറിലല്ല, അടുത്ത ആഴ്ചയിലല്ല, റൈറ്റ് നൗ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ടുള്ള റിഗ്രറ്റ് നിങ്ങൾക്ക് ഒഴിവാക്കാം. കാരണം നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നാവുന്നതിൽ ഏറ്റവും വേസ്റ്റ് ഫീലിംഗ് ആണ് റിഗ്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനും ഇച്ചിരി കൂടി പഠിച്ചിരുന്നെങ്കിൽ, ഞാൻ ആ ഒരു ക്വസ്റ്റ്യനും കൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ആ ഒരു റിഗ്രറ്റ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുക. അത് ആലോചിച്ച് നോക്കുക. എക്സാം കഴിഞ്ഞിട്ട് ആ റിഗ്രറ്റ് ചെയ്യണോ? വേണോ? വേണമെങ്കിൽ പോയിരുന്ന പഠിക്കുക വേഗം. ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. എനിക്കറിയില്ല ഇത് എന്തായി തീർന്നു. എന്തായാലും 2026 ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് ആവാൻ ഞാൻ തീരുമാനിച്ചു. ഇത് ഞാനൊരു പല വട്ടം പറയുന്ന കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ യൂട്യൂബിൽ എനിക്ക് സമയം കിട്ടുമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ വീഡിയോസൊക്കെ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കോണ്ടൻറ്റ് ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്. എല്ലാവരും വിചാരിച്ചത്ര മാർക്കൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിച്ചോ, നന്നായി പ്രിപ്പയർ ചെയ്തോ എല്ലാവരും. ഡെഫിനറ്റ്ലി യു വിൽ മേക്ക് ഇറ്റ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം. ബൈ.